ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക വരട്ടിയാണ് കേട്ടോ. നല്ല വരിക്ക ചക്ക നമുക്ക് വരട്ടിയെടുക്കാം. ചക്ക വരട്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് ചക്ക വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത വരിക്ക ചക്ക എടുത്ത് അതിന്റെ ചുള എറുത്ത് കുരുവും ചകിണിയും കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ കീറിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 1 കിലോ ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ശർക്കര അലിഞ്ഞു വരുമ്പോൾ അത് നല്ല ലൂസ് ആയിക്കോളും. ഇനി നമുക്ക് തീ കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോ ശർക്കര നല്ല തിളച്ച് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയുടെ കട്ടയെല്ലാം മാറി നല്ല മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി ഗ്യാസിൽ വെച്ച് തീ കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ നെയ്യ് മതിയാവും കേട്ടോ. അപ്പോൾ നെയ്യ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കീറി വെച്ചിരിക്കുന്ന വരിക്കച്ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചക്കപ്പഴം ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനി എപ്പോഴും നമ്മൾ അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ കല്ലും കട്ടയൊക്കെ ഒത്തിരി ഉണ്ടാവും ഈ ശർക്കരയിൽ. അപ്പൊ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കര പാനി നമുക്ക് കിട്ടും. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്ന് ചക്കപ്പഴം നല്ലപോലെ വെന്ത് നല്ലപോലെ കുഴഞ്ഞ് കിട്ടണം. അപ്പൊ അതിനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത് നല്ല തിളച്ചിട്ടുണ്ട്. ചക്കപ്പഴം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ ശർക്കര പാനി നല്ല വറ്റി ചക്ക നല്ലപോലെ ഉടഞ്ഞ് കുഴമ്പ് രൂപത്തിൽ വരണം. അപ്പൊ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചക്ക വരട്ടി കുറുകി വരുംതോറും ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കണ്ടോ, നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോ പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവരണം. നല്ല ഹാർഡായി. ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് ചക്കവരട്ടിയുടെ കറക്റ്റ് പരുവം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അസാധ്യ ടേസ്റ്റാണ് ഇതിന്. ഈ ശർക്കരയും നെയ്യും ഏലക്കയും ചക്കയും കൂടെ നമ്മളിങ്ങനെ ഇട്ട് ഈ വരട്ടി എടുക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയോ ഇനി അല്ല വെറുതെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. അത്ര നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഈ ചക്ക വരട്ടി എന്ന് പറയുന്നത്. ഇതൊരു ഈർപ്പമില്ലാത്തൊരു കുപ്പിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. കണ്ടോ, നല്ല സൂപ്പർ കളറായി വന്നിട്ടുണ്ട് നമ്മളെ ചക്ക വരട്ടി. അപ്പോൾ എല്ലാവരും ചക്ക വരട്ടി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.